നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം എവിടെയെങ്കിലും യുദ്ധം ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം നീങ്ങുന്നത്. സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടാക്കുക, എന്നിട്ട് അത് അവസാനിപ്പിക്കുക, എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക, അങ്ങനെ അദ്ദേഹത്തിന് പേരും പ്രശസ്തി ഉണ്ടാക്കി ലോകത്തിലെ യുദ്ധം ഉണ്ടാക്കുകയും സമാധാനം ഉണ്ടാക്കുകയും ചെയ്ത ആൾ ട്രംപാണ് എന്നുള്ള ഒരു നോബൽ സമ്മാന ജേതാവ് ആണ് എന്നുള്ളത് അദ്ദേഹം പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇറാനുമായി യുദ്ധം എല്ലാ ദിവസവും അദ്ദേഹം അവസാനിപ്പിക്കുക, അടുത്ത ദിവസം യുദ്ധം തുടങ്ങും, പിന്നെ അടുത്ത ദിവസം അവസാനിപ്പിക്കും, വീണ്ടും യുദ്ധം തുടങ്ങും, പിന്നെ ചർച്ച നടക്കും, അവസാനം ഒരു ഒത്തുതീർപ്പെത്തും, അപ്പം തന്നെ അടുത്ത ബോംബിടും. ഇതാണ് ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ധാരണ. പലപ്പോഴും തെറ്റിയെന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിലും നെതന്യാഹു ഒരു ഉറച്ചു നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളും ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. എന്താണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്? ഇപ്പോൾ വീണ്ടും ഇറാനിൻ്റെ ബോംബിട്ടിരിക്കുകയാണ്. 150 സ്ഥലങ്ങളിലാണ് ബോംബിട്ടിരിക്കുന്നത്. തീമഴയാണ് ഈ ഇറാനിൽ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഹോർമിസ് കടലിടുക്കിലൂടെ അല്ലാതെ ഒറ്റ കപ്പൽ മറ്റു 2 ജലപാതയിൽ കൂടെ പോകരുത്, പോയി കഴിഞ്ഞാൽ ഒറ്റ കപ്പലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 കൂട്ടർക്ക് ജയിക്കാൻ പറ്റില്ല. ആർക്കും 2 പേർക്കും ജയിക്കാൻ പറ്റാത്ത യുദ്ധം തന്നെയാണ്. പക്ഷെ മറിച്ച് അവർക്ക് ഇവരുടേതായ ഓരോ സെക്ടറിയൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മുസ്ലിം പൊളിറ്റിക്സിൻ്റെ പ്രത്യേകതയാണ് ട്രംപിനെയും കൂടെ നിലനിർത്തുന്നത്. മുസ്ലിം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും യുദ്ധം ചെയ്യാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. മുസ്ലിം വിരുദ്ധരോട് മാത്രമല്ല ചെയ്യുന്നത്, അങ്ങനെ ആരെയും കിട്ടുന്നില്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ യുദ്ധമാണ്. ഇറാനും ഇറാഖും തമ്മിലാണെങ്കിലും അങ്ങനെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലാണെങ്കിലും എവിടെയെല്ലാം യുദ്ധം ഉണ്ടാക്കാവോ അവിടെയെല്ലാം ഇവർ പോയി തമ്മിൽ തല്ലിയും ചാകുകയും ചെയ്യും. ഉദാഹരണം സിറിയ ഇപ്പോൾ ഉള്ള രാജ്യമുണ്ടോ? എന്നിട്ടും പറയും ഞങ്ങൾ ജയിക്കുക എന്ന് പറയും, വിശുദ്ധ യുദ്ധം എന്ന് പറയും, ജയിക്കാനുള്ള യുദ്ധം എന്ന് പറയും. പക്ഷേ ആ രാജ്യം ഇറാനുള്ള സിറിയ എന്നുള്ള രാജ്യം പോലും ഇല്ലാതായി, ഛിന്ന ഭിന്നമായി. ഇറാൻ്റെ സ്ഥിതി തന്നെ, ഇറാഖിൻ്റെ സ്ഥിതി തന്നെയായിരുന്നു. ഇവിടെ എല്ലാം തലവന്മാരുൾപ്പെടെയുള്ളവരെ മുഴുവൻ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് പറ്റി. എന്നിട്ടും അമേരിക്കയോട് മത്സരിച്ച് നിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞ് ഇവിടെ വരെ പല ആൾക്കാരും പ്രകടനമായിട്ട് നടക്കും. ഇറാൻ ട്രംപിനെ വരച്ചവരെ നിർത്തിയെന്നും പറഞ്ഞാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പക്ഷേ ട്രംപ് അവിടെ എന്തെല്ലാം നേടിയെന്നറിയുന്നുണ്ടോ? ഒന്ന്, മറ്റ് അറബ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ കുറേ കൂടെ കൂടുതലായി ട്രംപിനെ ആശ്രയിക്കാൻ നിർബന്ധിതമാകുന്നു. ട്രംപിൻ്റെ സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, ആ രാജ്യങ്ങളെല്ലാം, ആ ഗ്രൂപ്പ് രാജ്യങ്ങളെല്ലാം GCC കൺട്രീസ്. ട്രംപ് ആ യുദ്ധത്തിന്, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വേണം ട്രംപിന് ഏത് സമയത്തും മാറി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടായിട്ട് മാറ്റി ട്രംപ്. അതുപോലെ മുസ്ലിം ലോകത്തിൻ്റെ ഏകീകൃതമായ എതിർപ്പിനെ ട്രംപ് ഒഴിവാക്കി. അല്ല ഇവരെല്ലാം അവരെ തമ്മിൽ അതാണ് അതിൻ്റെ ടാക്ടിക്സ്. അതിൽ അവർ വിജയിച്ചു. അല്ലെ ഇസ്രായേലിനെ അവർ ഇട്ടേക്കില്ലായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ വളഞ്ഞെങ്കിൽ ട്രംപിന് ഡയറക്റ്റായിട്ട് കൂടെ ശക്തമായിട്ട് ഇടപെടേണ്ടി വന്നേനെ. ആ സാഹചര്യം ട്രംപ് ഒഴിവാക്കി. മുമ്പ് ബൈക്കമത് ബഷീർ പറഞ്ഞ മാതിരി ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ മൂത്രമൊഴിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഈ ഇസ്രായേൽ. അങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ അവർ ബുദ്ധിമാന്മാരാണ്. ഇവരെ തമ്മിലടുപ്പിച്ച് കാര്യം നേടും. അല്ല, ഏതെങ്കിലും ഇപ്പോൾ ഇറാനും ഇറാഖും ഏറ്റവും വലിയ ആ സമയം അമേരിക്ക ഇടപാട് ലെബനൻ ഇല്ലാതായില്ലേ? ബെയ്റൂട്ടൊക്കെ എവിടെ പോയി? ഗദ്ദാഫി എവിടെ പോയി? സദ്ദാം ഹുസൈൻ എവിടെ പോയി? എന്നിട്ട് ഇവർ പറയുന്ന സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ അമേരിക്കയെ പാഠം പഠിപ്പിച്ചു, അമേരിക്ക ഇനിയും പഠിപ്പിക്കും എന്നാണ് ഇപ്പോഴും പറയുന്നത്. അത് ഏറ്റു പറയാൻ ഇവിടുത്തെ CPM-കാരും ഉണ്ട് ആ മുദ്രാവാക്യം വിളിക്കാൻ. പക്ഷേ ഇവിടെ ഫലത്തിൽ ഇപ്പോൾ നമുക്ക് നല്ലത് ഏതാണ്? ഇന്ത്യക്ക് നല്ലത് യുദ്ധം ഉണ്ടായിരുന്നാണോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലത് ഏതാണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ലോങ് റണ്ണിൽ ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഡീസലും പെട്രോളും ഒക്കെ ശേഖരിക്കാൻ വളരെ ആരും അറിയാതെ കള്ളക്കടത്ത് വഴി കൊണ്ടുവന്നു. കള്ളക്കടത്തിൻ്റെ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ, 2 കൂട്ടരും കള്ളക്കടത്ത് എണ്ണ വിറ്റിരുന്നു. ഇറാനും വിറ്റും അമേരിക്കയും വിറ്റും. 2 പേരും ഒരേ രീതിയിലാണ്. അത് കപ്പലുകൾ ചേർത്തിട്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ കടലിൻ്റെ പരിധി കഴിഞ്ഞിട്ടാണ് ഇവർ വലിയ യാത്ര പോകുന്നത്. അതുവരെ ഈ ഒരു കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലേക്ക് മാറ്റി പോകുന്നേ ഉള്ളൂ. ആർക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിൽ എന്തെങ്കിലും ഇങ്ങനെ രഹസ്യധാരണയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഉണ്ടാവുകയെന്ന് പറയുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? അതെ, ഉറപ്പല്ലേ? ഏതെങ്കിലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ യുദ്ധം തീരുന്നു, അപ്പോഴത്തേക്ക് ഉടനെ ഇറാനെ തുടങ്ങി, അല്ലെ ഇറാഖ് യുദ്ധം തീർന്നു, അപ്പോൾ അഫ്ഗാനിസ്ഥാനെ തുടങ്ങി, പാകിസ്ഥാനെ തുടങ്ങി. ഇങ്ങനെ മാറി ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരെ ആരെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് അടിക്കണം, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, കാഫറുകൾ ഞങ്ങളെ ആക്രമിക്കണം എന്ന് പറഞ്ഞ് നടക്കുക കുറേ ആൾക്കാർ. പക്ഷേ ഇറാനിലുണ്ടായുള്ളൊരു മാറ്റം, ആയത്തുള്ള ഖമനേനിയെ തീർത്തതിന് ശേഷം
അവിടെയുള്ള ഷിയ മുസ്ലിംസ് ഒറ്റക്കെട്ടായി. തമ്മിലടിച്ചിരുന്ന ആൾക്കാരൊക്കെ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞ ആൾക്കാർ അമേരിക്കയ്ക്കെതിരെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. അതിൻ്റെ ഇതാണ് നമ്മൾ ആയത്തുള്ള ഖമനീൻ്റെ കബറടക്കത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒഴുകിയെത്തിയത്. ഇയാൾ വിചാരിച്ച ട്രംപ് വിചാരിച്ച് തമ്മിലടിപ്പിച്ച് അവിടുന്ന് ഭിന്നിപ്പിച്ച് കാര്യം നേടാന്നുള്ളതായിരുന്നു പരിപാടി വെച്ചിരുന്നത്. പക്ഷെ ഇറാനിൽ ചിലവായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരെ മറിച്ചാണ് മനസ്സിലാക്കുന്നത്. മറുവശം ആലോചിക്കുക, ഷിയ അങ്ങോട്ട് തകർന്നു പോയിരുന്നെങ്കിൽ, ആ ഗ്രൂപ്പ് അങ്ങ് തകർന്നു പോയിരുന്നെങ്കിൽ സൗദിയുടെ കയ്യിലെത്തിനെ ലോകത്തിൻ്റെ ഇസ്ലാമിക നേതൃത്വം. ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ കയ്യിലെത്തും. സൗദി അറേബ്യയുടെ കയ്യിലെത്തിയ പിന്നെ അമേരിക്ക അവർ ഉപയോഗിക്കണമെന്നില്ല. അമേരിക്ക അതിൻ്റെ ഒരു പാർട്ടാണ്. ഷിയ ഇറാൻ സജീവമായിട്ട് നിന്നെങ്കിൽ മാത്രമേ, ശക്തമായിട്ട് നിന്നെങ്കിൽ മാത്രമേ മറ്റവരെ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനുവേണ്ടി കാണിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഏത് സമയത്ത് ഇറാൻ വേണ്ടത് ധാരണയിലെത്താം. ആ മെസ്സേജാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. ട്രംപിൻ്റെ ടാക്ടിക്സ് എന്നാൽ ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്കാരെ സഹായിക്കാൻ വേണ്ടി ട്രംപ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മോഡിയെ നമ്മൾ ട്രംപിൻ്റെ സുഹൃത്താണെന്ന് കൈയടിക്കേണ്ട ആവശ്യമില്ല. ട്രംപ് അമേരിക്കൻ ഇൻട്രസ്റ്റ് അത് പരസ്യമായിട്ട് പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. വേറെ ഒരു വിശേഷത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രംപിനെയും അതേപോലെ കൊല്ലാൻ പോകുന്നു, നെതന്യാഹുവിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മളെ ഖമനീയുടെ മകൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളുണ്ട്. അതെങ്ങനെ? ഞാൻ ഇതിൻ്റെ ഈ ഇസ്രായേൽ ഡെവലപ്മെൻറ്റ്, ഇസ്രായേൽ രാജ്യം ഉണ്ടാകുന്ന ഏറെക്കുറെ കംപ്ലീറ്റ് അടുത്ത കാലം തൊട്ട് പഠിച്ച് പറയുന്നത് ഇത് ട്രംപിനെതിരായി അമേരിക്കയിൽ യുദ്ധവിരുദ്ധ വികാരമുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് തന്നെ പ്രമേയം പാസ്സാക്കി, യുദ്ധം എത്രയും വേഗം നിർത്തണമെന്ന പ്രമേയം പാസ്സാക്കി. ഈ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാനായിട്ട് പുറത്തുനിന്ന് ഒരാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുണ്ടാകുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ട്രംപിന് അനുകൂലിക്കും, അനുകൂലമായി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിക്കും. ഇവിടെ BJP മാർക്സിസ്റ്റ് പാർട്ടി ഡീല് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുഴപ്പം, കൂടിയില്ലെങ്കിലും കുഴപ്പം. അമേരിക്ക നോക്കണതാണേ. അതായത് അവരൊരു ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി. അപ്പം അമേരിക്കക്കാരെല്ലാം ഒറ്റക്കെട്ടോ. ഇറാനിലുണ്ടായാലും എന്താ, ഇറാനിൽ അവരെ ആക്രമിച്ചപ്പോൾ ആയത്തുള്ള കമ്പനീനെ എല്ലാം ഒറ്റക്കെട്ടായി. അപ്പൊ ഇതേപോലെ ഒരു തന്ത്രം കൂടിയാണ് ട്രംപിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വന്ന പ്രചരണം. അങ്ങനെ ഞാൻ കണക്കൂട്ടുന്ന കൊല്ലാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പുറത്തറിയില്ല. വലിയൊരിപ്പം ആരും അറിയാതെ ഇങ്ങനെ എല്ലായിടത്തും പോകുന്നില്ല. ട്രംപ് ക്ലബിലും ഡാൻസ് ചെയ്യാനൊക്കെ പോകുന്ന ഇങ്ങനെ ഒരു പെണ്ണനായിട്ടുള്ള കേസിൽ ഇപ്പോൾ 55 കോടി കൊടുക്കാൻ വേണ്ടി ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ കേസിൽ ഇങ്ങനെ മറ്റു രീതിയിൽ ലൂസ് ലൈഫാണ്. നമുക്ക് തോന്നുന്നൊരു പൊട്ടണമെന്നൊക്കെ തോന്നും. പക്ഷേ മറിച്ച് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി ഇത്രയും ചർച്ച ചെയ്തിട്ടുണ്ടോ? നയങ്ങൾ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? അമേരിക്കയുടെ നയങ്ങൾ എന്തെല്ലാം മാറ്റം വരുത്തി. മാത്രമല്ല ഗൾഫിനും ഇറാനെയൊക്കെ നിലക്ക് നിർത്തിയില്ലായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് നിർത്താം. കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യം അമേരിക്ക ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കുവൈറ്റിന് ഭൂമി കാണുമായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഒതുക്കി ഞെരിഞ്ഞമർന്നില്ലാതെ ഇല്ലാതെ പോയത്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി. അമേരിക്കയ്ക്ക് അവിടെ നല്ല ഓയിൽ കംപ്ലീറ്റ് അടിച്ചുകൊണ്ടുള്ള സൗകര്യം. അവിടുത്തെ സുന്നി അറേബ്യൻ രാജ്യങ്ങൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട തമ്മിലടിപ്പിക്കുക, കാര്യം നേടുക എന്നുള്ളതാണല്ലോ അമേരിക്കയുടെ തന്ത്രം. അതിന് അത്യാവശ്യമുള്ളത് ഇസ്രായേൽ സഹായം ചെയ്ത് കൊടുക്കും. അടിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊടുക്കും, തിരിച്ചടിക്കാനുള്ള ആളെ കൊടുക്കും, തിരിച്ചടിക്കാനും ആളെ കൊടുത്ത് അവർക്ക് ആയുധം ചിലവും ചെയ്യും. പ്ലസ് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഓയിൽ ബിസിനസ്. അല്ല ഇനി ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വെച്ച് സാറിൻ്റെ ലൈഫിൽ ഇറാൻ യുദ്ധം തുടങ്ങിയാൽ ഏത് തരത്തിലാണ് അത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? അത് പെട്രോളിക്ക് ചാർജ് കൂടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ചെയ്തു? ഒരു എഫക്റ്റും ഉണ്ടായിട്ട് എന്നിട്ട് ഇവിടെ പറയാൻ പോകുന്നതാണ് അവിടെ യുദ്ധം നീണ്ടാൽ നമ്മൾ ഇന്ത്യക്കാരും ഇവിടെ വിഷമിക്കും. അത് ആ സ്റ്റേജ് ആയിട്ടില്ല, ആകാൻ സമ്മതിക്കില്ല അമേരിക്ക. ഇടയ്ക്ക് ഓയിലിന് വില കൂടുന്നു, അല്ലാതെ അത് പണ്ടുകൊണ്ട് നേരത്തെ പിന്നെ ഗ്യാസ് ഇടയ്ക്ക് കിട്ടുന്നില്ല. അത് നേരത്തെ കടൽ കൊള്ളക്കാർ കൊള്ളയടിക്കുമ്പോൾ ഇത് തന്നെ വരുമെന്നേ. നൈജീരിയ പൈപ്പ് കൂട്ടിയാലും വെള്ളം കൂടും, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും ട്രംപും നെതന്യാഹുവും ഇറാൻ്റെ പരമാധികാരികളോട് ചേർന്ന് നമ്മളെല്ലാം വിഡ്ഢികളാക്കുന്ന ഒരു കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. എന്തായാലും ട്രംപും അതേപോലെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. അവസാനിച്ചു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കില്ല. ഒരിക്കലും ട്രംപ് കൊല്ലപ്പെടുകയില്ല. അതേപോലെ നെതന്യാഹുവും കൊല്ലപ്പെടില്ല. കൊല്ലപ്പെടുമെന്നുള്ള പ്രചരണമെല്ലാം അവരുടെ ചില തന്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.